അവിനാശ് ചേട്ടാ എന്തോ ഇങ്ങനെ ഈച്ച കടിച്ചിരിക്കാണല്ലോ, ആരും വരുന്നില്ലേ സാധനം വാങ്ങാനൊന്നും? എന്ത് പറയണേ, ഈ കുളങ്ങര മൂലയിൽ കടയിട്ടിട്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല. ഒരു ലൊക്കേഷൻ ശരിയില്ല, അതാ പ്രശ്നം. ചേട്ടാ അത് ലൊക്കേഷന്റെ പ്രശ്നമല്ല, ചേട്ടന്റെ സ്ട്രാറ്റജിയുടെ പ്രശ്നമാണിത്. എന്റെ ആന്റിക്കും ഇതുപോലെ ക്ലൗഡ് കിച്ചന്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ തന്നെയായിരുന്നു, ആരും വാങ്ങാനില്ല. പിന്നെ പുള്ളിക്കാരി ഫുള്ള് തകർന്നിരിക്കുമായിരുന്നു. ഒരു ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ചപ്പോ ബിസിനസ് 10 ഇരട്ടി ലാഭത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ എന്തായി പറയുന്ന 10 മടങ്ങ് കച്ചവടം ഇതിനെ കാട്ടും? ഇത് ഈ ചെറിയ സിറ്റിയിൽ ചെറിയൊരു ടൗണിൽ എങ്ങനെ ഇത്രയും ഇതുണ്ടാക്കും? 10 മടങ്ങ് കച്ചവടം ചുമ്മാ തമാശ പറയല്ലേ, ചുമ്മാ ഈച്ചടിച്ചിരിക്കാൻ കളിയാക്കുന്ന ആൾക്കാരെ. അത് സിമ്പിൾ ആണ്. അവരൊരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. ബാക്കി എല്ലാരും ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അത് അവർ ഒഴിവാക്കിയപ്പോഴത്തേക്കും ബിസിനസ് നന്നായിട്ട് വർക്കായി. എന്ത് തെറ്റെയ്തു? ഞാൻ ഈ ഷോപ്പിന്റെ പേര് ഗൂഗിൾ മാപ്പിൽ ഇടണമെന്നാണോ? അങ്ങനെയാണോ? അവിടെയാണ് ആൾക്കാർക്ക് പ്രധാനമായിട്ടും തെറ്റുപറ്റുന്നത്. ഭൂരിഭാഗം ആൾക്കാരും അവരുടെ ബിസിനസ് നെയിമിൽ കുറെ കീവേഡ്സ് യൂസ് ചെയ്യും. ഇപ്പൊ ചേട്ടന്റെ കടന്റെ പേര് അവിനാശ് പാനിപ്പൂരി ആണെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന്റെ കൂടെ ബെസ്റ്റ് പാനിപ്പൂരി ഇൻ ടൗൺ, ബെസ്റ്റ് പാനിപ്പൂരി, അങ്ങനെ കുറെ ആവശ്യമില്ലാത്ത കീവേഡ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യും. നിങ്ങൾ എന്താണോ ചെയ്യുന്ന ആ ഒരു ആക്ച്വൽ ബിസിനസിനെ കുറിച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാ അവോയ്ഡ് ചെയ്യേണ്ട പ്രധാനമായിട്ട്? അതിന് 2 വലിയ നോസ് ഉണ്ട്. അതാണ് നോ ഫേക്ക് റിവ്യൂ, അതുപോലെ തന്നെ ഫേക്ക് ലൊക്കേഷൻ. ചേട്ടൻ ഇപ്പൊ ഫേക്ക് ആയിട്ടുള്ള റിവ്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഗൂഗിളിന്റെ AI നല്ല സ്മാർട്ടാണ്. അവരത് പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചേട്ടന്റെ ആ ഒരു പേജ് തന്നെ ബാൻ ചെയ്യുകയും ചെയ്യും. പിന്നെ കുറെ റീച്ച് കിട്ടാൻ വേണ്ടി വേറെ വേറെ സ്ഥലങ്ങളിൽ മൾട്ടിപ്പിൾ ലിസ്റ്റിംഗ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താലും അക്കൗണ്ട് ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ചേട്ടന്റെ പ്രൊഫൈല് 100% ജെന്യൂൻ ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ചേട്ടന്റെ മെനു എന്താണ് അത് കൃത്യമായി കൊടുക്കുക, വർക്കിംഗ് അവേഴ്സ്. പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ വീക്കിലും ചേട്ടന്റെ ഫ്രഷ് ആയിട്ടുള്ള ഫോട്ടോ, ചേട്ടൻ എന്തെങ്കിലും ഒരു സാധനം പുതുതായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ ഒക്കെ ഫ്രഷ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചേട്ടന്റെ പ്രൊഫൈൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ് വേറൊരു ലെവലിൽ എത്തിക്കണോ? എന്നാൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. Bosswala. Be the boss.